ഹലോ, ദ ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കിടുക്കൻ താറാവ് റോസ്റ്റ് ആണ്. ഇത് അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കോമ്പിനേഷനാണ്. ഞാൻ ഇതിനായിട്ട് ഒരു നാടൻ താറാവിനെയാണ് എടുത്തിട്ടുള്ളത്. നാടൻ താറാവിന് കുറച്ച് വേവ് കൂടുതലാണ്, എന്നാലും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടനാടൻ താറാവിന് ഭയങ്കര ടേസ്റ്റാണ്. എനിക്കൊരു 1.25 കിലോ ഉള്ള താറാവാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇതിനെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കാൻ പോവാണ്. ഇനി നമുക്ക് താറാവ് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവോള 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളി 15 എണ്ണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, വെളുത്തുള്ളി 12 അല്ലി, പച്ചമുളക് 7 എണ്ണം, ടൊമാറ്റോ ഒരു ചെറുത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, തേങ്ങാക്കൊത്ത് 3 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, കടുക് 1 ടേബിൾ സ്പൂൺ, ഉണക്കമുളക് 4 എണ്ണം, വെള്ളം ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, രണ്ടാം പാല് 1 കപ്പ്, ഒന്നാം പാല് 1/2 കപ്പ്. ഇനി നമുക്ക് താറാവ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. സവോളയും ചെറിയ ഉള്ളിയും നന്നായിട്ടൊന്ന് വഴലണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളർ നന്നായിട്ട് മാറണം, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ആകുന്നവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴലും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോളയുടെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ കളർ മാറണം.
ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്ക് സവോളയുടെ ഒക്കെ കളറ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഇത് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, സവോള ചെറിയതായിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ലൊരു സ്മെല്ല് എനിക്ക് വരുന്നുണ്ട്. ഈ സവോളയും ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് വഴടുമ്പോഴുള്ള ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. കുറച്ചും കൂടെ വഴലണം. ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ടേ ഉള്ളൂ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് നമുക്ക് ആവേണ്ടത്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടുക്കി പിടിക്കത്തില്ല, എന്നാലും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എന്നാലേ സവോള നന്നായിട്ട് വഴലത്തുള്ളൂ. സവോള ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്തു. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കൂ. ഇനി ഇതെല്ലാം കൂടെ സവോളയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഈ താറാവ് റോസ്റ്റിന് ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് വേണം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. തക്കാളി ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം നമുക്ക്. ഇപ്പോഴെല്ലാം നമ്മൾ തീരെ ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോവും. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ സവോള വഴലുന്ന സമയത്ത് ശകലം ഉപ്പ് ചേർത്തായിരുന്നു. ഇനി കുറച്ച് ഉപ്പൂടെയാണ് ചേർത്തേക്കുന്നത്. തക്കാളി ജസ്റ്റ് വെന്ത് കിട്ടണം. ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ താറാവിൻ്റെ പീസസിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ മസാലയൊക്കെ പീസസിൽ പറ്റുന്ന പോലെ നന്നായിട്ട് ഈ തവി കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം.
കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമ്മൾ ആ മസാല ഈ താറാവിൻ്റെ ആ പീസസിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഈ താറാവിൻ്റെ പീസസ് ഈ 2ാം പാലിൽ കിടന്നൊന്ന് തിളയ്ക്കണം. അതായത് ഈ മസാലയും ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവറും ഈ താറാവിൻ്റെ പീസസിലേക്ക് ഒന്ന് താറാവിൻ്റെ പീസസിലൊക്കെ ഒന്ന് പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങാപ്പാൽ ചേർത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ, ചെറുതായിട്ട് തളയൊക്കെ വരുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് കറിവേപ്പില വഴറ്റിയപ്പോൾ ചേർത്തായിരുന്നു, ഇപ്പോഴും ഇച്ചിരി കൂടെ ചേർക്കുകയാണ്. കറിവേപ്പില നല്ലതാണ്, നല്ല സ്വാദും മണവും ഒക്കെ ഉണ്ടാകും കറിവേപ്പില നമ്മൾ കറിക്കകത്തേക്ക് ചേർക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിപ്പം ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പം താറാവിന് ഇത് നാടൻ താറാവായത് കാരണം നല്ല വേവുണ്ട്. അത് കാരണം നമ്മളിത് കുക്കറിലേക്ക് മാറ്റി ഒരു 2 വിസിലിൽ വേവിക്കാൻ വെക്കുക. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം താറാവിൽ തന്നെ ഓൾറെഡി വെള്ളമുണ്ട്. പിന്നെ ഞാൻ ഈ 2ാം പാൽ ഒഴിച്ചായിരുന്നു, ആ വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പം വേകുമ്പോൾ കുറച്ച് വെള്ളം എക്സ്ട്രാ വരും നമ്മുടെ കുക്കറിലേക്ക്, താറാവിൽ നിന്ന് ഇറങ്ങി വരും. ഞാനിപ്പം താറാവിനെ കുക്കറിൽ വേവിക്കാൻ വെക്കുവാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു 2 വിസിൽ വരണം, അപ്പോഴത്തേക്കും താറാവ് നന്നായിട്ട് വെന്തിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ താറാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. കുക്കറിലാവുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഞാനിപ്പോൾ തീരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം എണ്ണയൊക്കെ തെളിയുന്നുണ്ട് ചെറുതായിട്ട്. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പൊക്കെ പാകമാണ്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സൂപ്പർ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലോ ഫ്ലെയിമിൽ ഇരുന്നുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് വറ്റട്ടെ. ഇനി നമുക്ക് താളിക്കാം. ഇതിനായിട്ട് ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. ഞാനിവിടെ ഇച്ചിരി അരി കൂടി ഇട്ടാണ് താളിക്കുന്നത്. അരി നമ്മൾ
ഇങ്ങനെ താളിക്കുമ്പോൾ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരി ഒന്ന് നന്നായിട്ട് മൂക്കണം. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് താറാവിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് വറ്റുന്ന വരെ ലോ ഫ്ലെയിമിൽ വെക്കാം. കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് ചാറുണ്ട്. അപ്പോൾ ഇതൊന്നും വറ്റുന്ന വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരണം. എണ്ണയൊക്കെ തെളിയുന്നുണ്ട് നന്നായിട്ട്. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ താറാവ് പാകമായി. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.